ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 8 ആയിട്ടുണ്ട്. ഇപ്രാവശ്യം 45 ദിവസം തികയ്ക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ തീരെ സ്ട്രിക്റ്റ് അല്ല ഡയറ്റിൽ. ഞാൻ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, എനിക്ക് നല്ല പനിയാണ്. ഇപ്പോൾ ഇന്നൊരു ചെറുതായിട്ടൊരു മാറ്റം ഉണ്ട്, എന്നാൽ കൂടി ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. പിന്നെ ഫുഡിനൊന്നും ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, മൊത്തത്തിൽ വീക്കാണ് ബോഡി. അപ്പോൾ ഞാൻ ഇച്ചിരി പുറകോട്ടേക്കാണ് ഡയറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് 84.05 കേട്ടോ. കറക്റ്റ് 84 തന്നെ എന്ന് പറയാം. ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ വല്ലാതെ ഒന്നും കൺട്രോൾ വെക്കുന്നില്ല, കാരണം ഞാൻ കുറച്ച് വീക്കാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് നന്നായിട്ട് കുറച്ചും കൂടി സ്ട്രിക്റ്റായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ രാവിലെ തന്നെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണേൻ്റെ തിരക്കാണ് കേട്ടോ. രാവിലെ എണീച്ച് അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം മക്കളെ എണീപ്പിച്ച് ഞാൻ ബാത്റൂമിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കുളിക്കൊക്കെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചെറിയ ആൾ ഇച്ചിരി രാവിലെ മടിയനായിരിക്കും. അപ്പോൾ മൂത്ത ആളാണ് അവനെ ചെറിയ ആളെ കുളിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവരൊക്കെ യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ യൂണിഫോം ഇടാനുള്ളതൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്നലെ തലേന്ന് ചേച്ചി എല്ലാ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയ അടയാളമൊക്കെ ഇട്ട് വെക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഇട്ട് വെച്ചിരുന്ന അടയാളമൊക്കെ ചെറുതായിട്ട് മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് മാഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ ഒക്കെ ഒന്ന് വീണ്ടും ഒന്ന് തെളിച്ചെഴുതി വെക്കുക. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജി ഇവിടെ ഇല്ല 2 ദിവസമായിട്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ മക്കളെ കൊണ്ടാക്കിയത് എനിക്ക് വയ്യാത്തതുകൊണ്ട് സുജി വേറെ ആളെ ആക്കിയതായിരുന്നു കേട്ടോ. ഇനി പിക്ക് ചെയ്യാനും അവരെ തന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് അങ്ങനെ പറഞ്ഞയച്ച ശേഷം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടോ. സുജി ഉറങ്ങുകയാണ്, കാരണം ഉറങ്ങാണ്ട് വണ്ടി ഓടിച്ച് വന്നതുകൊണ്ട് തന്നെ നല്ല ഉറക്കമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനും സുജിയും കൂടിയാണ് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ദോശയും ചട്നിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞാൻ പറഞ്ഞ നല്ല ക്ഷീണമുണ്ടെന്ന്, അപ്പോൾ അവിടെ തന്നെ TV കണ്ട് കിടക്കുകയാണ്. ഇത് ടെക് ട്രാവൽ ഈറ്റ് സുജിത് ഭക്തൻ്റെ ചാനലാണ് കേട്ടോ. അതിൽ ഡ്രാക്കുള കൊട്ടാരത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ആയപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ട്രാവൽ വ്ളോഗ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ അവിടെ കിടന്നു. പിന്നെ വീണ്ടും എനിക്ക് പനിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ഗുളി കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി റൂമിൽ ചെന്നപ്പോൾ സുജി നല്ല രസത്തിൽ ഉറങ്ങുന്നു കേട്ടോ. ഉറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് കൊതിയായി. ഞാനും കയറി കിടന്നങ്ങോട്ട് ഉറങ്ങി കേട്ടോ. പിന്നെ ഞാൻ എണീച്ചത് സുജിൻ്റെ ഒപ്പം തന്നെയാണ്. 2 മണിയായിട്ട് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോഴാണ് ഞാൻ എണീച്ചത്. എണീച്ചപ്പോഴും എനിക്ക് അത്യാവശ്യം പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. ഏതായാലും പിന്നെ പനിൻ്റെ ഒരു തലവേദനയും പിന്നെ ആ സമയത്ത് കിടന്നുറങ്ങിയതിൻ്റെ ഒരു തലവേദനയും എല്ലാം കൂടെ ആയിട്ട് ഒരു വൃത്തികെട്ട ഒരു മൂഡിലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പിന്നെ ഞങ്ങൾ മുൻപിലുള്ള ലൈറ്റ്സിൽ കുറച്ച് കിളികളൊക്കെ വന്ന് മുട്ടയിട്ട് അതൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 ചെറിയ കുഞ്ഞു വാവകളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അവർക്ക് ഫീഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ മാറി മാറി വന്നിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ. ഇതപ്പോൾ ടോട്ടോൻ്റെ കൊഞ്ചിക്കൽ ടൈം രാവിലെ നടന്നില്ല, ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ നടക്കുന്നത്. അവൻ്റെ പാമ്പറിങ് ടൈം, അവനങ്ങോട്ട് കൊഞ്ചി മെഴുകുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഗുളി കുടിക്കാനുള്ളതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് ചോറും മീൻകറിയായിരുന്നു. മീനൊന്നും ഞാൻ എടുത്തില്ല. കുറച്ച് ചമ്മന്തി എടുത്തു. പിന്നെ ഭയങ്കര പുളിയും മധുരമൊക്കെയാണ് എനിക്ക് കഴിക്കാൻ കേട്ടോ. എന്നിട്ട് എൻ്റെ വായിക്ക് മനസ്സിലാവുന്നില്ല എന്താ ടേസ്റ്റ് എന്നുള്ളത്. പിന്നെ അരിനെല്ലിക്കേൻ്റെ ഉപ്പിലിട്ട ആ സംഭവം ഉണ്ടല്ലോ, അതുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഒരു 3:30 ആയപ്പോൾ മക്കൾ വന്നു കേട്ടോ. മക്കൾ വന്ന് ഇതാ ചായ കുടിക്കുന്ന ടൈമായപ്പോൾ ഞാനും ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ കേട്ടോ. ഈവനിങ് എനിക്ക് കട്ടൻ ചായ കുടിക്കാൻ, രാവിലെയും കട്ടൻ ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം. രാവിലെ ഞാനിപ്പോൾ അങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ എനിക്ക് കട്ടൻ ചായ കുടിച്ചു. അതിനുശേഷം മക്കളോട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കുന്ന ഒരു ടൈമുണ്ടോ. റെയിന് ഫുള്ള് കുരുത്തക്കേടായിട്ട് വാക്യൂം ക്ലീനറിനിട്ട് വട്ടം ചുറ്റിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്യരുത് അത് കേടുവരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവനത് മൈൻഡ് ചെയ്യണമൊന്നുമില്ല, അവൻ നന്നായിട്ട് അതിനെ വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സുജി എനിക്ക് വാങ്ങിപ്പിച്ച് തന്നതാണ് ഇങ്ങനെ ഇളനീർ ജ്യൂസൊക്കെ കേട്ടോ.
അപ്പോൾ മക്കൾക്ക് വേണ്ടി ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇളനീർ ജ്യൂസ്. അപ്പോൾ എനിക്ക് എൻ്റെ വായിക്ക് നല്ല രുചി കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഇന്ന് എനിക്കും കൂടി കൂട്ടി കുറച്ചധികം ജ്യൂസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇളനീർ ജ്യൂസ്. പിന്നെ ഇളനീർ വെള്ളവും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലെ തേങ്ങയല്ലേ അതും അങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും വെള്ളമൊക്കെ ഞാനങ്ങനെ കുടിക്കുന്നുണ്ട്. പിന്നെ മക്കളെ ട്യൂഷനൊക്കെ കഴിഞ്ഞ ശേഷം അവർ വന്നപ്പോൾ അവർക്കും ഞാനും ഒക്കെ ഇളനീർ ജ്യൂസ് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് കുടിക്കുകയാണ് കേട്ടോ. സുജി ഈവനിങ് ആയപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ, പുറത്തേക്ക് ഓഫീസിൽ പോയിട്ടുണ്ട്. ഞാനിതാ ഞങ്ങൾ 3 ആളും ഇത് കുടിക്കുകയാണ്. ഞാൻ കുറച്ച് അധികം ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. മക്കൾക്കും ഉണ്ട് കേട്ടോ, ആ ബോട്ടിൽ ബാക്കിയുണ്ട്. അപ്പോൾ അത് അവർ കുടിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കച്ചറ കൂടി വാങ്ങി എടുത്തു വെച്ചതാണ്. അപ്പം ഞാൻ ഈ ഒരു കപ്പ് മുഴുവൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോൾ ഇന്ന് കഴിച്ചതിൽ ഈ ഒരു സാധനത്തിനാണ് കുറച്ചെങ്കിലും എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫുള്ള് കുടിച്ച് പിന്നെ രാത്രി ഒരു 9 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ സുജി വന്നിട്ടുണ്ട്. സുജി വന്നപ്പോൾ ടോട്ടോക്ക് കഴുത്തിൽ ആദ്യം ബെൽറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അവന് കുറച്ച് വലുതായപ്പോൾ പിന്നെ ആ ബെൽറ്റ് ടൈറ്റ് ആയപ്പോൾ അത് ഊരി മാറ്റിയതായിരുന്നു. പിന്നെ അവൻ്റെ ആ ഒരു സൈസിന് പറ്റിയ ബെൽറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല, എല്ലാത്തിനും നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം സുജിപ്പോൾ വന്നപ്പോൾ റബ്ബറിൻ്റെ ബെൽറ്റ് വാങ്ങിയിട്ടുണ്ടെന്നാൽ അവൻ അധികം ടൈറ്റ് ആവില്ലല്ലോ, ഓക്കെ ആവും എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ കൊടുന്ന് അതൊക്കെ ഇട്ട് കൊടുക്കുന്ന യുദ്ധമാണ് ആ കണ്ടത് കേട്ടോ. അവൻ അടങ്ങി നിൽക്കുക എന്ന് പറയുന്നത് അവന് അറിയല്ല കേട്ടോ. അപ്പോൾ കുറേ അവനെ ചീത്തയൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തിയിട്ട് എങ്ങനെയൊക്കെയോ ആണ് അതൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ അവന് ടൈറ്റ് ആണോ എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ നിന്നല്ല, ഞങ്ങൾ പിടിച്ച് നിർത്തി നോക്കണം. അപ്പോൾ അത് ഞങ്ങളൊരു ടാസ്ക്കാണ്. കഴുത്തിൽ എന്തെങ്കിലും ഒരു ചെയിന് പോലെ ബെൽറ്റ് പോലെയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ കുറച്ചുകൂടി ഒരു ഭംഗി. അപ്പോൾ ആദ്യം ചെയിനായിരുന്നു കേട്ടോ, ഒരു ഗോൾഡൻ കളർ ചെയിനായിരുന്നു. അത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലത്തെ ഒരു ചെയിന് കിട്ടിയില്ല കേട്ടോ. ആ ചെയിനാണ് ടൈറ്റ് ആയപ്പോൾ ഊരി മാറ്റിയത്. പിന്നെ കുറച്ചുകൂടി വലിയൊരു ചെയിന് അതേപോലത്തേത് വാങ്ങാൻ നോക്കിയിട്ട് അവന് പറ്റിയത് കിട്ടിയില്ല. ഒന്നുകിൽ നല്ല വെയിറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ വലുതായിരിക്കും. അപ്പോൾ അവൻ ചെറുതല്ലേ, ഇനി ഇത്ര തന്നെ അവൻ വലുതാവുള്ളൂ കേട്ടോ. അപ്പോൾ അവന് പറ്റിയൊന്നും കിട്ടാഞ്ഞിട്ടുള്ള ഇത്ര കാലം നിന്നത്. അവസാനം ഈ റബ്ബറിൻ്റെ തന്നെ വാങ്ങി. പിന്നെ ഞങ്ങൾ ആ മെയിൻ ലൈറ്റ് ആണ് കേട്ടോ രാത്രി ഇടാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ ലൈറ്റ് ഇടാറില്ല, കാരണം അവിടെ കുഞ്ഞുവാവുകളുള്ളപ്പോൾ അതിന് ചൂടാവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ അതങ്ങോട്ട് ഓഫ് ചെയ്യും കേട്ടോ. സൈഡിലുള്ളൊരു ചെറിയ ലൈറ്റ് മാത്രമാണ് ഇപ്പോൾ ഇടുക രാത്രി കിടക്കുമ്പോൾ. പിന്നെ ഞങ്ങളെല്ലാവരും മാനത്തേക്ക് നോക്കിക്കാണ് കേട്ടോ. നല്ല ഫുൾ മൂണ് കണ്ടപ്പോൾ മക്കളൊക്കെ അതിങ്ങനെ നോക്കി, അവർ ഫോട്ടോ എടുക്കണമുണ്ട് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുറ്റത്ത് നടക്കുകയാണ്. രാത്രി ഒരു മുറ്റത്തുള്ള രാവിലെയും രാത്രി ഞങ്ങൾ അധിക ടൈമും മുറ്റത്ത് തന്നെ ആയിരിക്കും കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് സംസാരിച്ചിരിക്കുന്ന ടൈമും കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ടൈം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ടൈം വേണമെന്ന് പറയാൻ അധികം രാത്രി കേട്ടോ. സുജി വന്നിട്ട് കുറച്ച് നേരം സുജി കുളിക്കാൻ പോണവരെ മുറ്റത്തിങ്ങനെ ഇരിക്കും. ആ ഒരു ടൈം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടൈമാണ്. അപ്പോൾ മുറ്റത്തൊക്കെ ഇങ്ങനെ സമയം ചിലവഴിച്ച് ഇങ്ങനെ നടക്കും, അതൊക്കെ തന്നെ. അപ്പോൾ മക്കളിപ്പോൾ ഇത് കാണിച്ചു തരാണ്. നല്ല ഫുൾ മൂണുണ്ട്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോട്ടോ എടുക്കണമുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. കാണുമ്പോൾ എത്രയായാലും ഒരു ഭംഗിയാണല്ലോ. ആ ഭംഗി ഇതാ കുറച്ചും കൂടി വലുതായിരുന്നു കേട്ടോ. നല്ല നല്ല രീതിയിൽ കാണുന്നുണ്ടായിരുന്നു. ഫോണിൽ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അത്ര കാണുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതാ ഞങ്ങളൊക്കെ ഇനി ഏകദേശം കിടക്കാനായി. ഇനി കുളിക്കുക കിടക്കുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ. മക്കളൊക്കെ ഫുഡ് കഴിച്ചതാണ്. ഞാൻ അതോടുകൂടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. സുജിക്കും ഫുഡ് വേണ്ട, ഒന്ന് കിടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. നാളെ കാണാം.